ജനങ്ങളുടെ മൌലികാവകാശങ്ങൾ നിഷേധിക്കുന്ന ഭൂനിയമ ഭേദഗതി ചട്ടങ്ങൾക്കെതിരെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്ന് കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ. ഈ മാസം 11 വൈകിട്ട് 4 മണിക്ക് കട്ടപ്പന ഹിൽടോൺ ഓഡിറ്റോറിയത്തിൽ സംഘടനാ നേതാക്കളും നിയമവിദഗ്ധരും പങ്കെടുക്കുന്ന വിശദീകരണ യോഗമാണ് സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ യോഗം ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിക്കും. മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, ഡയസ് ജോസ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിക്കും. പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ നേതൃത്വം ഒരു സമര പരിപാടിയിലേക്ക് പോവുകയാണ്. അതിന്റെ ഭാഗമായി 6 സ്ഥലങ്ങളിൽ ഈ സമിതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യോഗങ്ങൾ വിളിച്ചുകൂട്ടുകയാണ്. രാജാക്കാട്, നെടുങ്കണ്ടം, കുമളി, അടിമാലി, കട്ടപ്പന. അതിന്റെ ഭാഗമായിട്ട് 11-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഹിൽടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു യോഗം വിളിക്കുകയാണ്. ആ യോഗത്തിൽ വ്യാപാരികളും മറ്റ് മതമേലധ്യക്ഷന്മാരും കർഷകരും വിവിധ സാമൂഹ്യ നേതാക്കന്മാരും പങ്കെടുക്കുന്നതാണ്. 15-ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തെക്കുറിച്ചുള്ള കൂടിയാലോചനകളും യോഗത്തിൽ നടത്തും. സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധമായതും വൻ അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനും കളമൊരുക്കുന്ന രജിസ്ട്രേഷൻ ആക്ടും സ്റ്റാമ്പ് ആക്ടും ഭരണഘടനയും ചോദ്യം ചെയ്യപ്പെടുന്ന ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക, പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താൻ ഒരുങ്ങുന്നത്. ആവശ്യങ്ങൾക്ക് പുറമെ വാണിജ്യ ആവശ്യമൊന്നും കൂടിക്കിടക്കുന്നതിന് പകരം ഇതിനകത്തുള്ള നിർമ്മിതികൾ മുഴുവൻ ലക്ഷക്കണക്കായ നിർമ്മിതികൾ അത് മുഴുവൻ സാങ്കേതികമായി നിയമവിരുദ്ധമാണെന്ന് ഇവിടെ ഗവൺമെന്റ് പറയുകയാണ്. അപ്പോൾ തന്നെ അത് പ്രശ്നമായിട്ട് വന്നു. നമ്മുടെ നിലവിലുള്ള നിയമങ്ങളിലനുസരിച്ച് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസർ, റവന്യൂ ഈ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ബന്ധപ്പെട്ടാണ് പെർമിറ്റ് എടുത്ത് കെട്ടിടങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് അവന്റെ ജീവിതത്തിലുള്ള ആകെ ഒരു സമ്പാദ്യമായിരിക്കാം. ആ സമ്പാദ്യത്തിന്മേൽ വീണ്ടും ഗവൺമെന്റ് കടന്നാക്രമണം നടത്തുകയാണ്. അതിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ട് 3000 സ്ക്വയർ ഫീറ്റ്, 1500 ആയിരുന്നു ആദ്യത്തെ ചട്ടം. അത് മന്ത്രിസഭാ യോഗത്തിൽ വന്നപ്പോൾ 3000 സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. 3000 മുതലുള്ള ഓരോ സ്ക്വയർ ഫീറ്റിനും ഇത്ര ശതമാനം വെച്ച് 1 മുതൽ 50% വരെ പിഴ ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ജില്ലയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് ഉൾപ്പെടെ ഇനിയും പട്ടയം ലഭിക്കാനുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ഭൂമിയും അതിലുള്ള കെട്ടിടങ്ങളും ഈ ചട്ടങ്ങളിലൂടെ തികച്ചും നിയമവിരുദ്ധമായിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ നടപ്പാക്കിയിട്ടുള്ള നിർമ്മാണ നിരോധനം നീക്കുന്നതിനുള്ള നടപടികളൊന്നും ഈ ചട്ടത്തിലില്ല. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, ട്രഷറർ KP ബഷീർ, വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻ ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, വൈസ് പ്രസിഡന്റുമാരായ TM ജോമോൻ, G രാജേന്ദ്രകുറുപ്പ്, ഷമോജ് K ജോർജ്, ബൈജു വേമ്പേനി, സെക്രട്ടറിമാരായ KJ തോമസ്, രമണൻ PV, സിബി SR, സാജു പട്ടരുമടം, അനിൽ S നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.